ഇന്നത്തെ ഡീ ഫോക്കസ് തുടങ്ങുന്നു. സംസ്ഥാന പോലീസിലെ 40ഓളം സർക്കിൾ ഇൻസ്പെക്ടർമാരെ ക്രമവിരുദ്ധമായി ഡിവൈഎസ്പിമാരാക്കാൻ നീക്കം. പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷൻ കമ്മിറ്റി ചേരാതെ പോലീസ് ആസ്ഥാനത്തേക്ക് നിന്ന് പറ്റുക സർക്കാരിലേക്ക് പോയി. ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരും CBI അന്വേഷണം നേരിടുന്നവരും ലിസ്റ്റിലുണ്ട്. പോലീസ് ആസ്ഥാനവുമായി അടുത്ത ബന്ധം നിലനിർത്തുന്ന ഉദ്യോഗസ്ഥരാണ് പ്രൊമോഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിലേറെയും. പലവട്ടം ഡിപ്പാർട്ട്മെന്റ് തല നടപടി നേരിട്ടവരും പട്ടികയിൽ ഇടം പിടിച്ചു. സാധാരണഗതിയിൽ പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷൻ കമ്മിറ്റിയാണ്. PSC ചെയർമാനും ആഭ്യന്തര സെക്രട്ടറിയും DGPയുമാണ് ഹയർ ലെവൽ DPCയിലെ അംഗങ്ങൾ. എന്നാൽ CIമാരുടെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട് DPC ഇതുവരെ ചേർന്നിട്ടില്ല. പോലീസ് ആസ്ഥാനത്ത് നിന്ന് നേരിട്ട് ലിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകുകയായിരുന്നു. ഇതുമൂലം സ്ഥാനക്കയറ്റത്തിന് അർഹരായ പല ഉദ്യോഗസ്ഥരുടെയും അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലിസ്റ്റിന്മേൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടായിരിക്കും നിർണായകം. അടിയന്തര സാഹചര്യങ്ങളിൽ 1-2 പേർക്ക് DPC ചേരാതെ അഡ്ഹോക്ക് പ്രൊമോഷൻ നൽകാമെന്ന നിയമമുണ്ട്. ഇതിന്റെ മറവിലാണ് പോലീസ് ആസ്ഥാനത്ത് പട്ടിക തയ്യാറാക്കിയതെന്നാണ് വിവരം. ഡിവൈഎസ്പിമാരുടെ ഒഴിവുകൾ കൂടുതൽ ഉണ്ടെന്ന ന്യായീകരണവും പറയുന്നു. അവസാനം ചേർന്ന DPCയിൽ CIമാരുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നില്ലെന്ന് PSC ചെയർമാൻ MK സക്കീർ വ്യക്തമാക്കിയിട്ടുണ്ട്. റഹീസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം. ഈ വിഷയം പരിശോധിക്കുമ്പോൾ മുൻ SP ജോർജ് ജോസഫ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഈ വിഷയത്തിൽ തത്സമയം പങ്കെടുക്കും. മുൻ PSC അംഗം ഹരീന്ദ്രനാഥ് അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ടാകും. പോലീസ് ഓഫീസർ അസോസിയേഷൻ മണികണ്ഠൻ നായർ, ഒപ്പം മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശ്രീ ജോർജ് ജോസഫ്, കൃത്യമായ നടപടികളൊക്കെ പാലിച്ചുകൊണ്ടും കക്ഷി രാഷ്ട്രീയ ഭേദം നോക്കാതെ ഉദ്യോഗസ്ഥ മാനദണ്ഡം അങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊന്നും നോക്കാതെ കൃത്യമായ നടപടികൾ പാലിച്ചുകൊണ്ട് പ്രൊമോഷൻ അടക്കമുള്ള നടപടികൾ നടക്കുന്ന ഒരു വിഭാഗമാണ് പോലീസ് സേന എന്നാണ് മുൻകാലങ്ങളിലൊക്കെ പറയാറുള്ളത്. പക്ഷേ ഇന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്ത പ്രകാരം നിയമവിരുദ്ധമായൊരു നീക്കമല്ലേ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്? ഏതെങ്കിലും തരത്തിൽ യോജിക്കാവുന്ന ഒരു നീക്കമാണോ ഇത്? അല്ല, ഇതൊരു ക്രമവിരുദ്ധമായ നടപടി തന്നെ. കാരണം 40ഓളം ഗസറ്റഡ് റാങ്കിലുള്ള സർക്കിൾ ഇൻസ്പെക്ടർമാരെ DYSP ആയിട്ട് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റൽ പ്രൊമോഷൻ കമ്മിറ്റി തന്നെ കൂടണം. ഡിപ്പാർട്ട്മെൻ്റൽ പ്രൊമോഷൻ കമ്മിറ്റി PSC അംഗങ്ങൾ, PSC ചെയർമാനും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും DGPയുമാണ്. ഇവർ 3 പേരുമാണ് ഡിപ്പാർട്ട്മെൻ്റൽ പ്രൊമോഷൻ കമ്മിറ്റിയിൽ ഇവരെ പരിഗണിക്കുന്നത്. കേസുള്ളവരോ CBI കേസുള്ളവരോ അതുപോലെ ക്രിമിനൽ കേസുള്ളവരോ ഡിപ്പാർട്ട്മെൻ്റ് നടപടിയുള്ളവരെ ഒന്നും ശിക്ഷ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ശിക്ഷ നടപ്പാക്കാരൊന്നും ഇതിൽ പരിഗണിക്കാറില്ല. അപ്പം അവിടുന്ന് ഒരു ലിസ്റ്റ് അങ്ങ് മുഖ്യമന്ത്രി ഓഫീസിൽ കൊടുത്താൽ തീർച്ചയായിട്ടും ഒരു ഇറഗുലർ പ്രൊസീജിയറാണ്. ആ ലിസ്റ്റ് അയക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത് അവരെ പ്രൊമോട്ട് ചെയ്ത് ഓർഡർ ഇറക്കുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം അങ്ങനെ ഒരു പ്രീസിഡൻറ്റ് ഇന്ന് വരെ ഡിപ്പാർട്ട്മെൻറ്റിലില്ല. ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊമോഷൻ കമ്മിറ്റി കൂടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ആ ഒരു ലിസ്റ്റ് അയച്ചുകൊണ്ട് അതിനകത്ത് വലിയ തകരാറുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അത് പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുമെന്ന് എനിക്ക് സംശയം തന്നെയാണ്. കാരണം കേരളത്തിൽ ഈ DYSP പോസ്റ്റ് എന്ന് പറയുന്നത് സബ് ഡിവിഷണൽ ഓഫീസറുടെ റാങ്കിൽ പോകുന്നതാണ്. അതൊരു ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിലേക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ സാധാരണഗതിയിൽ പരിഗണിക്കാറുമില്ല. ഈ 3 പേരും അവരുടെ ഈ DPCയിൽ ഇത് വിശദമായി ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ കേസ് പരിശോധിച്ച ശേഷമാണ് ആ പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇതുകൊണ്ട് ഇത് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ അയച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീ ജോർജ് ജോസഫ്, അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോലീസ് ആസ്ഥാനവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഉദ്യോഗസ്ഥരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എന്നാണ് വിവരം. ഒപ്പം പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ അനുകൂലിക്കുന്ന പോലീസ് അസോസിയേഷനിലെ ഒരു വിഭാഗമാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. മുൻപ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുന്നവരാണ് പോലീസുകാരെന്നും അവർക്കിടയിൽ ഉള്ള ഒരു വിഭാഗമാണ് പോലീസ് അസോസിയേഷൻ എന്നും അത് ഇത്തരമായ കാര്യങ്ങളിൽ ഇടപെടാറില്ല എന്നൊക്കെയാണ് പൊതുസമൂഹം ധരിച്ചിരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പൊതുസമൂഹത്തിന് തന്നെ ചില സംശയങ്ങൾ വരികയാണ്. പ്രൊമോഷന്റെ കാര്യത്തിലായാലും സർക്കാരിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഒരു കഴിയുന്ന ശക്തിയായി ഇവർ മാറുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടാകില്ല ഇത്തരം നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ? ഇതിപ്പോൾ പോലീസ് അസോസിയേഷൻ ഇതിനകത്ത് ഇടപെട്ട് എന്ന് പറയുന്ന ആരോപണമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല മുഖ്യമന്ത്രി ഓഫീസിൽ അത് ചെയ്യുമെന്ന്. ഇതിനകത്തൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. കാരണം ഇത് ഞാൻ മനസ്സിലാക്കിയത് 1988 അക്കൗൺസിബിളായിട്ട് ഡയറക്റ്റ് സെലക്ഷൻ കിട്ടിയവർ, പിന്നെ 2003 സബ് ഇൻസ്പെക്ടറായിട്ട് ഡയറക്റ്റ് സെലക്ഷൻ കിട്ടിയവരുമാണ് ഈ CAമാരായിട്ട് വന്നിരിക്കുന്ന ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഒരു അക്കൗൺസിബിളിൻ്റെ സീനിയോറിറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജില്ലാ തലത്തിലാണ്. അതേസമയത്ത് ഈ ASIമാർ അവരെ പ്രൊമോട്ട് ചെയ്ത് കഴിയുമ്പോൾ ASI ആവുമ്പോൾ അവർ റേഞ്ച് തലത്തിലാണ് അവരുടെ സീനിയോറിറ്റി പരിഗണിക്കപ്പെടുന്നത്. അതുപോലെ SI ആയി കഴിയുമ്പോഴേ സ്റ്റേറ്റ് വൈഡ് സീനിയോറിറ്റി വരികയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ അക്കൗൺസുകളായിട്ട് 88 എടുത്തവർ
എത്ര പേര് ഇപ്പം SI ആയിട്ടുണ്ടോ അവരുടെ കീഴിലായിരിക്കും 2003 പ്രൊമോഷൻ കിട്ടിയ PSC അപ്പോയിൻറ്റ് ചെയ്ത ഡയറക്റ്റ് സെലക്ഷൻ കിട്ടിയ SIമാരെ സീനിയോറിറ്റി ലിസ്റ്റിൽ പെടുത്തുന്നത്. അപ്പോൾ അതിന് മുമ്പ് അതേ ലിസ്റ്റിലുള്ള അക്കൗണ്ട്സബിൾ ലിസ്റ്റിൽ ചിലപ്പോൾ അക്കൗണ്ട്സബിളായി ASIമായി തുടരുന്നുണ്ടെങ്കിൽ അവർ സ്റ്റേറ്റ് ലെവൽ സീനിയോറിറ്റി SIമാരുടെ ലെവലിൽ വരാത്തതുകൊണ്ട് അവർ പിന്നിൽ തന്നെ നിൽക്കുകയുള്ളൂ. അതിനകത്ത് പലരും ഒരേ റാങ്കിലുള്ള അല്ലെങ്കിൽ ഒന്നിച്ചെടുത്തവർ പലരും അക്കൗണ്ട്സബിളും പലരും ASIയും പലരും SIയും പലരും CAയും പല DYSP ആയിട്ടൊക്കെ മാറും. അതൊരു സീനിയോറിറ്റിയുടെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതിനൊരു പ്രതിവിധി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ CAമാരുടെ ലിസ്റ്റ് DYSP ആയിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നവർ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് വന്നാൽ തീർച്ചയായിട്ടും അതിന് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കേസുണ്ടാവും, അല്ലെങ്കിൽ ഹൈക്കോടതി കേസുണ്ടാവും. അതുകൊണ്ട് അതൊന്നും നടക്കുമെന്ന് എനിക്കിത് പ്രതീക്ഷയില്ല. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. PSC മുന്നകം ഹരീന്ദ്രനാഥ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹരീന്ദ്രനാഥ്, PSC കൂടി ഉൾപ്പെട്ടുകൊണ്ട് നടത്തേണ്ട പ്രൊമോഷൻ നടപടികളാണ് ഇത്തരത്തിൽ അനർഹമായി പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയത് സർക്കാരിലേക്ക് അയക്കുന്ന ഒരു കീഴ്വഴക്കം ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി DPC അടക്കം യോഗം ചേർന്ന് നടത്തേണ്ട ഒരു നടപടിയല്ലേ ഇത്? PSC ഏത് രീതിയിലാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാറുള്ളത് മറ്റ് സമയങ്ങളിൽ? ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാ. പ്രൊമോഷന് വേണ്ടിയുള്ള സെലക്ട് ലിസ്റ്റ് അംഗീകരിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷൻ കമ്മിറ്റിയാണെന്ന് KSSR റൂൾ 28 വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. സൂറ്റബിലിറ്റി നിശ്ചയിക്കേണ്ടത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ റൂള് ക്ലിയറായി പറയുന്നുണ്ട്. മെറിറ്റ് എബിലിറ്റി സംബന്ധിച്ച മാനദണ്ഡങ്ങളെ കുറിച്ചും റൂളിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിൽ ഓരോ അംഗത്തിനും ഒരു പോർട്ട്ഫോളിയോ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ഓരോരുത്തരെ ഏതൊക്കെ വകുപ്പുകളുടെ DPC കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച് കമ്മീഷൻ തന്നെ തീരുമാനിച്ച് ഓരോരുത്തരെ ചുമതലപ്പെടുത്തും. അതനുസരിച്ചാണെങ്കിൽ ഹോമിന്റെ ഹയർ DPCയുടെ ചെയർമാൻ PSC ചെയർമാനാണ്. ഈ റൂൾ അനുസരിച്ച് സെക്രട്ടറി, അതായത് കൺവീനർ, ഡേറ്റ് നിശ്ചയിക്കാനുള്ള റിക്വസ്റ്റും അജണ്ടനൊട്ടും കൂടെ ചെയർമാൻ അയക്കണം. അപ്പൊ അങ്ങനെ ചെയർമാന് കത്തയച്ചാൽ ഇമ്മീഡിയറ്റായിട്ട് DPC കൂടാൻ വലിയ താമസമൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിനുള്ള നടപടി സ്വീകരിക്കാതെ DPC തന്നെ കൂടാതെ പ്രൊമോഷൻസ് നടത്താൻ നമ്മൾ തീരുമാനിച്ചാൽ ശ്രീ VS ഹരീന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ടെലിഫോണിൽ ചെറിയ ഒരു ക്ലാരിറ്റി കുറവുണ്ട്, ഞാൻ താങ്കളിലേക്ക് വരാം. മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സംസ്ഥാന പോലീസിലെ 40ഓളം സർക്കിൾ ഇൻസ്പെക്ടർമാരെ DYSPമാരായി പ്രൊമോഷൻ ചെയ്യുന്നതിനുള്ള ഒരു ലിസ്റ്റ് സർക്കാരിലേക്ക് PSC DPC ഒന്നും ചേരാതെ നേരിട്ട് ഉദ്യോഗസ്ഥർ മുഖേന തന്നെ സർക്കാരിലേക്ക് പോയി എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് ഞങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. അടിയന്തര ഘട്ടങ്ങളിൽ 1-2 ഉദ്യോഗസ്ഥരെ അല്ലാതെ ഇതിപ്പോൾ 40-ലധികം ഉദ്യോഗസ്ഥരെയാണ് പ്രൊമോഷൻ ലിസ്റ്റിനായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിലേക്ക് പോയിട്ടുള്ളത്. അതിൽ തന്നെ CBI കേസ് അടക്കം പെരുമാറ്റച്ചട്ട ലംഘനം അടക്കം നേരിട്ട ഉദ്യോഗസ്ഥരുണ്ട്. നിയമപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണോ ഇത്? താങ്കൾ എങ്ങനെ കാണുന്നു ഈ വാർത്ത? യഥാർത്ഥത്തിലുള്ള പ്രൊസീജിയർ ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻ കമ്മിറ്റി ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷൻ കമ്മിറ്റിയിൽ കൂടി കയറി മാത്രമേ ഒരു പ്രൊമോഷനിലേക്ക് പോകാൻ പറ്റൂ. അതേസമയം ഒരു അത്യാവശ്യ ഘട്ടം ഉണ്ടായി ഒരാൾക്ക് പ്രൊമോഷൻ കൊടുക്കണം, ആ ആള് ഇമ്മീഡിയറ്റ് ആയിട്ട് റിട്ടയർ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള പ്രൊമോഷൻ ഡിലേ ചെയ്യുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അതിനൊരു പ്രോസസ് ഉണ്ട്. അത് ഇവിടെ അഡ്വോ പ്രൊമോഷൻ കൊടുത്തോണ്ട് പിന്നീട് ഫീൽഡ് കവറിൽ വെച്ച് ഇവിടെ അടുത്ത DPCയിൽ വെച്ച് അത് പാസ്സാക്കി പോവുക എന്നുള്ളതാണ് അതിന്റെ സിസ്റ്റം. ആ സിസ്റ്റം ലംഘിക്കാൻ ആർക്കും സാധ്യമല്ല. ഇപ്പൊ ഈ പറഞ്ഞ പർട്ടിക്കുലർ കേസ് എന്താണെന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ ഇത് അറിയുന്ന ഈ സിസ്റ്റത്തിന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ആർക്കും മാറി ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ ഇപ്പൊ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വിജിലൻസ് കേസിലെ ഉൾപ്പെട്ട ആളുകളാണെങ്കിൽ വിജിലൻസ് ക്ലിയറൻസും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ DPCയുടെ മുമ്പിൽ പോകൂ. ഇപ്പൊ DPC ഇവിടെ പാസ്സാക്കിയതാണെങ്കിലും വിജിലൻസ് ക്ലിയറൻസ് ഇല്ലാത്ത കേസിൽ പ്രൊമോഷൻ കൊടുക്കാൻ പറ്റില്ല. 2, DPCയിലോട്ട് വെക്കണമെങ്കിൽ തന്നെ അവർക്ക് വിജിലൻസ് ക്ലിയറൻസ് വേണ്ടി വരും. അപ്പൊ വിജിലൻസ് ക്ലിയറൻസ് ഇല്ലാത്ത ഒരു കേസും ഇവിടെ പ്രൊമോഷന്റെ കാര്യത്തിൽ കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ഈ പർട്ടിക്കുലർ കേസ് എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സിൽ കൂടി മാത്രമേ നിയമപരമായി ഇത് ചെയ്യാൻ കഴിയൂ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇതിൽ DPC ചേർന്നിട്ടില്ല എന്ന് PSC ചെയർമാൻ തന്നെ പറയുന്നു. കഴിഞ്ഞ PSC യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നില്ല. അത്തരത്തിൽ നിയമപരമായി നടക്കേണ്ട ഒരു കാര്യവും നടക്കാതെയാണ് നേരിട്ട് ഇത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് പോയിട്ടുള്ളത്. സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുക്കുകയല്ലേ വേണ്ടത്? ആണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഇതിനകത്ത് DPC ചേർന്ന് DPCയുടെ ഡേറ്റ് ഫിക്സ് ചെയ്യണം, DPC ചേരാൻ പറയണം, DPC ചേർന്ന് അതിലൂടെ വേണം പോകാൻ.
അത് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ഉണ്ട്, PSC 2 അംഗങ്ങളുണ്ട്. ഇവരെല്ലാം കൂടെ ചേരുന്നതാണ് ഈ DPC ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷൻ കമ്മിറ്റി ആയിട്ട് നിൽക്കുക. ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോകാതെ ഒരു കാരണവശാലും ഗവൺമെന്റ് ചെയ്യാൻ കഴിയില്ല. അഡ്വോക് പ്രൊമോഷനാണ് കൊടുക്കുന്നതെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള റീസണിങ് അവർ പറയേണ്ടി വരും. അങ്ങനെ സഫീഷ്യന്റ് റീസണിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കൺവിൻസിംഗ് ആയ കാര്യമാണ്. അതല്ലാതെ രൂപത്തിലായിട്ട് ഇതുപോലൊരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെന്ന് മാത്രമല്ല, അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് കോടതിയിൽ പോയാൽ കോടതി ഈ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യുകയും ചെയ്യും. റൈറ്റ്, വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീ ജോർജ് ജോസഫ്, നേരത്തെ ആർമഡ് പോലീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് നിയമപ്രശ്നമായി മാറും. നിരവധി കേസുകൾ ഇതിനോടകം തന്നെ കോടതിയിൽ കെട്ടിക്കിടക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു നീക്കം ഉദ്യോഗസ്ഥരുടെ ഭരണത്തിൽ സ്വാധീനമുണ്ട് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അത് നിലവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന ഒരു നടപടി തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് എല്ലാവരുടെയും, കാരണം ഈ സീനിയോറിറ്റി അനുസരിച്ചാണ് ഓരോരുത്തരുടെ പ്രൊമോഷൻ ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നത്. അതിന് ഒരാൾക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനോവീര്യം അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ മനോവീര്യം തന്നെ തകർക്കും. എന്തായാലും ഈ സീനിയോറിറ്റി പ്രശ്നം കേരള പോലീസിൽ വളരെ ഗുരുതരമായ പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ആംഡ് പോലീസ് റിസർവിൽ, ആംഡ് പോലീസിലും അതുപോലെ സ്പെഷ്യൽ ആംഡ് SAP, KAP, MSP അവിടെ സ്പോർട്സുകാരെ നേരത്തെ കുറച്ച് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ സീനിയോറിറ്റിയും സർവീസിൽ ആക്റ്റീവായിട്ട് ജോലി ചെയ്ത് വരുന്നവരുടെ സീനിയോറിറ്റി വളരെയധികം ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. അത് ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരുന്ന ചില മാനേജർമാരും ചില തൽപര കക്ഷികളും മേലുദ്യോഗസ്ഥന്മാരാജില്ല, അവർ സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി വെച്ചതിനകത്ത് അപാകതകൾ ഉണ്ടായിട്ടാണ് നേരത്തെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വളരെയധികം കേസുകൾ കോടതിയിൽ വന്നത്. പക്ഷേ അത് പിന്നീട് അതിന് 2-3 DGPമാർ 2-3 കമ്മിറ്റികളൊക്കെ കൂടി ആ കമ്മിറ്റികളിനകത്തും സീനിയോറിറ്റിയിലെ ചില എററുകൾ സംഭവിച്ചു പോയി. അപ്പോൾ അത് വളരെ വർഷങ്ങളായിട്ട് കോടതികൾ ആ കേസുകൾ ഇന്നും അത് പരിഹാരമായിട്ടില്ല. പക്ഷേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം തീർച്ചയായിട്ടും പോലീസിലുണ്ടാകണം. സീനിയോറിറ്റി എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇത്ര ബുദ്ധിമുട്ട്. ഒരാളെ സർവീസിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ് മുതൽ അയാൾക്ക് ആ സീനിയോറിറ്റി കൊടുത്തേ പറ്റുള്ളൂ. ഒരാളെ പ്രൊമോട്ട് ചെയ്ത് ആ ഡേറ്റ് തന്നെ പ്രൊമോട്ട് ചെയ്തെങ്കിൽ മാത്രമേ സീനിയോറിറ്റി പ്രശ്നം ഒരു കൊളീഷനായിട്ട് വരുള്ളൂ. പക്ഷേ അതിന് താഴെക്കടയുള്ളവർക്ക് ആ താഴെ തന്നെ സീനിയോറിറ്റി ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ വരുന്നത്? അത് ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റൊക്കെ തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഇങ്ങനെ ഒരു നീക്കം നില്ലുന്നത് നല്ലതല്ല. എന്തായാലും അത് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അവിടുന്ന് അത് സാങ്ഷൻ കൊടുക്കുമെന്ന്. അഡ്വോക്ക് DPC കൂടാം, ചിലപ്പോൾ 1-2 പേരെ വേക്കൻസി അനുസരിച്ച് ചിലപ്പം DGPക്കോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോ വേണമെങ്കിൽ അത്യാവശ്യമായിട്ട് പ്രൊമോഷൻ കൊടുത്തു വെക്കാം. പക്ഷേ അത് സബ്സിക്വൻ്റ് ആയ DPCയിൽ അത് ക്ലിയർ ചെയ്ത് പോകണമെന്നുള്ളതാണ് അവർ. അപ്പോൾ അതിന് ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ ഒരു ചെറിയ സൗജന്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് 40 പേരോളം ആൾക്കാരെ പ്രൊമോട്ട് ചെയ്ത് അഡ്വോക്ക് DPCയിൽ അങ്ങനെ കൂടി അല്ല പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പക്ക സീനിയോറിറ്റിയാണ്. ആ സീനിയോറിറ്റി അനുസരിച്ച് പ്രൊമോഷൻ കൊടുക്കണം. നേരത്തെ പഴയ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് വിജിലൻസ് കേസുള്ളവർ തീർച്ചയായിട്ടും അവർക്ക് വിജിലൻസിന് ക്ലിയറൻസ് വരണം. അതുപോലെ ക്രിമിനൽ കേസുകളും ഡിപ്പാർട്ട്മെൻറ്റ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ഉണ്ടായി അതിൽ ശിക്ഷ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷയുടെ കാലാവധി 1 വർഷമോ 2 വർഷം കഴിഞ്ഞ് മാത്രമേ അവരെ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അതുവരെ ഈ പ്രൊമോഷനിൽ പരിഗണിച്ചിട്ട് അവരുടെ സീൽഡ് കവർ പ്രൊസീജിയർ അവരെ തൽക്കാലം പ്രൊമോട്ട് ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കും. അവരുടെ ആ റിപ്രിമാൻഡ് അല്ലെങ്കിൽ ആ പണിഷ്മെൻറ്റ് പീരീഡ് കഴിഞ്ഞ ശേഷം മാത്രമേ അവരെ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴത്തെ നീക്കം എനിക്ക് തോന്നുന്നില്ല അതൊരു മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഒരിക്കലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. അവർ ഇതിൽ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ PSC കൂടി ഉൾപ്പെട്ട് തീരുമാനിക്കേണ്ട ഈ ഒരു കാര്യത്തിൽ സർക്കാർ നേരിട്ട് തീരുമാനമെടുക്കുകയാണെങ്കിൽ നിയമപരമായി അത് എത്രത്തോളം നിലനിൽക്കും? PSCക്ക് തന്നെ അത് തിരുത്താനുള്ള ഒരു അവകാശമുണ്ടോ? അല്ല, പ്രൊമോഷന് വേണ്ടിയുള്ള സെലക്ട് ലിസ്റ്റ് അംഗീകരിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷൻ കമ്മിറ്റിയാണെന്ന് KSSന്റെ സാറ് റൂൾ 28 വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. സൂട്ടബിലിറ്റി നിശ്ചയിക്കേണ്ടത് സംബന്ധിച്ച നടപടിക്രമങ്ങളൊക്കെ റൂളിൽ വിശദമായി പറയുന്നുമുണ്ട്. മെറിറ്റും എബിലിറ്റിയും സംബന്ധിച്ച മാനദണ്ഡങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ വ്യക്തമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കെ DPC തന്നെ കൂടുകയില്ല എന്ന് പറയുന്നത് നിയമം ലംഘിക്കാനുള്ള ശ്രമം തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ എന്തിനാ പിന്നെ DPC കൂടുന്നത്? ആളുകളുടെ CR കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ABCD എന്ന് നിശ്ചയിക്കുക. അതിൽ D ഞങ്ങൾ ഒഴിവാക്കും. പിന്നെ അതൊക്കെ പരിശോധിക്കുന്നത് DPCയിലാണ്. പിന്നെ PSCയിൽ ഓരോ മെമ്പർമാർക്കും ഓരോ പോർട്ട്ഫോളിയോ തിരിച്ച് കൊടുത്തിട്ടുണ്ട് DPC.
ആരൊക്കെ ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യണം നിശ്ചയിച്ചിട്ടുണ്ട്. ഹോമിനെ സംബന്ധിച്ചാണെങ്കിൽ ഹയർ DPCയിൽ ചെയർമാനും ഹോം സെക്രട്ടറിയും DGPയുമാണ് അതിൽ അംഗങ്ങൾ. സ്വാഭാവികമായും ചെയർമാന് പിന്നെ കൺവീനർ എന്ന് പറഞ്ഞ ഹോം സെക്രട്ടറി റിക്വസ്റ്റ് കൊടുത്താൽ DPC കൂടാൻ താമസം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സാധാരണഗതിയിൽ അങ്ങനെ റിക്വസ്റ്റ് കൊടുത്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് യോഗം കൂടാനുള്ള തടസ്സമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുള്ള നടപടികൾ സ്വീകരിക്കാതെ DPC തന്നെ കൂടാതെ പ്രൊമോഷൻസ് നടത്തിയാൽ ഇറ്റ് വിൽ ബി ഹൈലി ഇറഗുലർ ആൻഡ് ഇല്ലീഗൽ. നാച്ചുറലി ഇറ്റ് ഈസ് നോട്ട് സസ്റ്റൈനബിൾ ഇൻ ദ ഐസ് ഓഫ് ലാ. ഭരണഘടനാ സ്ഥാപനമായ PSCയെ അവഗണിക്കാനുള്ള ശ്രമം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് എനിക്കറിയാൻ വയ്യ. എന്തെങ്കിലും ഒരു പിന്നെ തിരക്കിട്ട് കാര്യങ്ങൾ ചെയ്താൽ ആ തിരക്കിട്ട് ചെയ്യുന്നതിന് നിയമപരമായ പിൻബലം ഇല്ല എന്നത് സ്വാഭാവികമായി നമ്മൾ ഗൗരവത്തോടെ വീക്ഷിക്കേണ്ട കാര്യമാണ്. നിയമം പാലിക്കാതെ തിടുക്കത്തിലെടുക്കുന്ന തീരുമാനം കോടതിയിൽ ചെയ്താൽ കോടതി ചോദ്യം ചെയ്താൽ നിശ്ചയമായി റദ്ദാക്കപ്പെടും. ലിസ്റ്റ് സംബന്ധിച്ച് ബന്ധപ്പെട്ട ആരെങ്കിലും ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താൽ എന്റെ ലിസ്റ്റ് സ്റ്റേ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ തിടുക്കത്തിൽ ചെയ്ത ഈ എക്സസൈസ് കൊണ്ട് യാതൊരു പ്രയോജനമില്ലാതെ വരുമെന്നുള്ളതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട്. അതുകൊണ്ട് നിയമപരമായ നടപടി സ്വീകരിക്കാതെ നിയമവിരുദ്ധമായി ഒരു എക്സസൈസിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. വ്യക്തമാണ്. ഞാൻ ശ്രീ ഹരീന്ദ്രനാഥ്, ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര ഘട്ടങ്ങളിൽ 2-3 ഉദ്യോഗസ്ഥരെ DPC ചേരാതെ നേരിട്ട് പ്രൊമോഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം എന്ന ഒരു ചട്ടമുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ ഇതുപോലെ 2 അതിലധികമോ ആളുകളെ പ്രൊമോഷൻ നൽകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മുൻ സർക്കാരുകളുടെ കാലത്ത്? വളരെ അപൂർവം സാഹചര്യങ്ങളിൽ ചില ആളുകൾക്ക് ഇങ്ങനെ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഒരു വളരെ ഹ്യൂജ് നമ്പേഴ്സ് ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. അങ്ങനെ കൊടുക്കുന്നത് ഒട്ടും ശരിയുമല്ല. കാരണം ഇപ്പൊ ഇവിടെ പിന്നെ മീഡിയ മുന്നിൽ ഇതുവരെ കേട്ട വിവരങ്ങൾ വെച്ചാണെങ്കിൽ വ്യാപകമായി പരാതികൾ ഉണ്ട് എന്ന് പറയുന്നു. ഇറഗുലർ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നിയമപരമായി നല്ലത്. ഞാൻ താങ്കളെ പറയാം. ശ്രീ ജോർജ് ജോസഫ്, ഇതിലിപ്പോൾ 2 വശങ്ങളുണ്ട്. ഇത് വാർത്ത കേൾക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. കാരണം സർക്കാരാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്, സർക്കാർ അത് തള്ളുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ സർക്കാർ തന്നെ സർക്കാരിന് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ പ്രൊമോഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ അതിനെ പറയാൻ കഴിയില്ല. പോലീസ് അസോസിയേഷനൊക്കെ ആ രീതിയിൽ രാഷ്ട്രീയമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്തരം നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനൊന്നും ഞാൻ സാധ്യത കാണുന്നില്ല. കാരണം ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇതൊരു ഹയർ DPC ആണ്. അതിന് കൺവീനർ PSC ചെയർമാനുമാണ്. അപ്പം ഒരു DGPക്കോ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കോ ആരുടെ ഏതെങ്കിലും പേര് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ കൺവീനർ ചിലപ്പോൾ അത് ഓവർകം ചെയ്യും. കൺവീനർക്ക് അത് സാറ്റിസ്ഫൈ ആക്ടറി ആയിട്ടൊരു ഉത്തരം കിട്ടിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അയാളുടെ ഒരു കോൺട്രാക്ച്വൽ സർട്ടിഫിക്കറ്റ് ക്ലിയറൻസ് കിട്ടിയെങ്കിൽ മാത്രമേ കൺവീനർ PSC ചെയർമാൻ തിരിച്ചും ഒരു ക്ലിയറൻസ് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് അങ്ങനെയൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യത്തുമില്ല. അതിനുള്ള സാധ്യതയും വളരെ കുറവാണ്. പിന്നെ DGPയുടെ ഓഫീസിൽ നിന്ന് ഒരു ലിസ്റ്റ്, ഒരു സെലക്ട് ലിസ്റ്റ് മുഖ്യമന്ത്രി ഓഫീസിൽ അയച്ചു കൊടുക്കുന്നതിന് തടസ്സമില്ല. മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ട് അത് PSC ചെയർമാനെ റെഫർ ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് അത് ആഭ്യന്തര സെക്രട്ടറിക്ക് റെഫർ ചെയ്യും. എന്നിട്ട് അത് 3 പേരുടെയും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട്, അതിനകത്തും വലിയ ടൈമൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അതിനകത്തൊന്നും അവരുടെ 3 പേരും തിരക്കുള്ളവരാണെങ്കിലും അതൊക്കെ ഒരു ഈ ക്ലിയറൻസ് 40 പേരുടെ ക്ലിയറൻസിന് ഒരു 2-3-4 മണിക്കൂർ കൊണ്ട് അത് തീർക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. കാരണം വ്യക്തമായിട്ട് ക്ലിയറൻസ് ഉള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഈ CBI കേസിലോ അല്ലെങ്കിൽ അതുപോലുള്ള കേസിലോ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അവരുടെ കേസിനകത്ത് ക്ലിയറായിട്ട് അവർ നോട്ട് എഴുതും. DPCയിലെ ലിസ്റ്റിനകത്ത് അത് എഴുതും എന്തുകൊണ്ടാണ് അവരെ പ്രൊമോട്ട് ചെയ്തില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് അതിനെന്തെങ്കിലും ആർക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി കൊടുക്കാൻ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെയുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സർക്കാർ ചെയ്യും. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇതിൽ ഇനി സർക്കാരാണ് കൃത്യമായ നിലപാടെടുക്കേണ്ടത്. ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ നിയമവിരുദ്ധമായൊരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കൂടി കർശന നടപടിയെടുത്ത് ഭാവിയിൽ ഇത്തരം ഒരു നീക്കങ്ങൾ, പോലീസിന്റെ മനോവീര്യം കെടുത്തുന്ന ഇത്തരം നീക്കങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരിക്കാൻ കൂടിയുള്ള ഒരു ജാഗ്രത സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും.
അതങ്ങനെ ചെയ്യാൻ സാധ്യത, പ്രത്യേകിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് നടക്കുന്നു. അത് എന്ത് അസോസിയേഷൻ ഉണ്ടെങ്കിലും ശരി, ഭരണകക്ഷിയുടെ ആയാലും ശരി, പ്രതിപക്ഷത്തിൻ്റെ ആയാലും ശരി, അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു പ്രീസിഡൻ്റ് ഇല്ല. അതുകൊണ്ട് പിന്നെ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ലിസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും PSC ചെയർമാൻ കൺവീനറായിട്ട് DPC തന്നെ വെക്കും. അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്, വ്യക്തമാണ്. എന്തായാലും സർക്കാർ തന്നെയാണ് ഇക്കാര്യത്തിൽ, മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യത്തിൽ നിലപാടെടുക്കേണ്ടത്. വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ്, ഹരീന്ദ്രനാഥ്, ഒപ്പം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ചർച്ചയിൽ പ്രതികരിച്ചതിന്. ഇതോടെ ഇന്നത്തെ ഡിഫോക്കസ് സമാപിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഷോമളുമായി സേഫ് ന്യൂസ് ചേരും.